നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയിലെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കണ്ണൂർ പോലെയുള്ള രാഷ്ട്രീയ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത്രയേറെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് നായര് പിടിച്ച പുലിവാല് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പല പരാമർശങ്ങളും കേട്ടിട്ടുള്ളതാണ്. ഇപ്പം ഈ നമ്മുടെ കെ സുധാകരൻ പിടിച്ചിട്ടുള്ള ഒരു പുലിവാല് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ആകെ വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത മാസം ഇലക്ഷൻ വരാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പാർട്ടിയും വ്യക്തമായിട്ടും തന്ത്രപരമായിട്ടും ഒക്കെ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വയം ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കെ സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ണൂർ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും പോസ്റ്റർ പതിപ്പിച്ചിട്ടൊക്കെ അദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാനും തുടങ്ങിയിരിക്കുന്നു. അപ്പോ ഈ ഒരു പ്രശ്നം ആകെ കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ വലച്ചിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നും തന്നെ അറിയാതെയാണ് ഇദ്ദേഹം സ്വയം ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തി തന്നെയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടിയിൽ ഇദ്ദേഹവുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാർട്ടിയിലെ ചില നേതാക്കളുമായിട്ട് ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്വയം ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചത് വലിയ രീതിയിൽ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കെ സുധാകരന്റെ ഒരു സ്വഭാവം അറിയാവുന്നതാണ്. എന്താടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോടാ എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പാർട്ടി നേതാക്കൾ ഒന്നും തന്നെ പറഞ്ഞിട്ട് സുധാകരൻ കേട്ടിട്ടില്ല. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ രാഹുൽ ഗാന്ധി എത്തിയിട്ട് ഇയാളോട് ഒരു അനുനയനത്തിനുള്ള ഒരു ചർച്ചയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായി കഴിഞ്ഞാലും ഈ സുധാകരനോട് ചർച്ച ചെയ്തിട്ട് എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം നിലനിൽക്കെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കെ സുധാകരൻ രംഗത്തെത്തിയത് KPCC നേതൃത്വത്തിന് വലിയ തലവേദനയാകുന്നു. താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ആരാധകർ നവമാധ്യമങ്ങളിൽ സജീവമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. സുധാകരൻ മത്സരിക്കുന്നത് അധികാരമോഹം കൊണ്ടല്ലെന്നും UDF അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഭരണത്തിന്റെ ഭാഗമാകണമെന്ന് അണികൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്നുമാണ് സുധാകരൻ ഫാൻസ് വാദിക്കുന്നത്. അതേസമയം പിമാരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡും KPCC നേതൃത്വവും. സുധാകരന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനം പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ. ഈ സാഹചര്യത്തിൽ സുധാകരനെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല സുധാകരനുമായി ചർച്ച നടത്താനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയവും സങ്കീർണമായി തുടരുന്നതിനിടെ സുധാകരന്റെ നീക്കം കോൺഗ്രസിനുള്ളിലെ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ കണ്ണൂരിലെ കരുത്തൻ എന്നറിയപ്പെടുന്ന കെ സുധാകരൻ 5 പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളി തന്നെയാണ്. KSU, യൂത്ത് കോൺഗ്രസ് സംഘടനകളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കാലത്ത് കോൺഗ്രസ് അണികൾക്ക് ആത്മവിശ്വാസം നൽകിയ ഒരു നേതാവ് കൂടിയായിരുന്നു. 1991 മുതൽ തുടർച്ചയായി 3 തവണ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം 2001 AK ആന്റണി മന്ത്രിസഭയിൽ വന്യജീവി വകുപ്പ് മന്ത്രിയായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. 2009, 2019, 2024 വർഷങ്ങളിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിന്റെ ശബ്ദമായി മാറി. 2021 KPCC പ്രസിഡന്റായി ചുമതലയേറ്റ സുധാകരൻ പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിനായി സെമി കേഡർ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തന്റെ വാക്ചാതുര്യം കൊണ്ടും CPM-നോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടും ഇന്നും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി അദ്ദേഹം തുടരുന്നു.